തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ കാസർഗോഡ് ജില്ലയിൽ വീണ്ടും ക്രമക്കേട് ആരോപണം. കോൺഗ്രസ് നേതാവ് PU മല്ലികാർജുനയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഇരട്ട വോട്ടും 2 തിരിച്ചറിയൽ കാർഡുമുണ്ട്. മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുമാണ് ഇരട്ട വോട്ടുകൾ. കോൺഗ്രസ് വ്യാപകമായി കള്ളവോട്ട് ചേർത്തുന്ന ആരോപണവുമായി BJP നേതാക്കൾ രംഗത്തെത്തി. പ്രതികരണത്തിൽ കോൺഗ്രസിന്റെ ലീഡർ അർജുൻ തയങ്കടിയുടെ യഥാർത്ഥ പേര് മല്ലികാർജുനനാണ്. 2 ID കാർഡുണ്ട്. ഭാര്യയ്ക്കും 2 ID കാർഡുണ്ട്. അതേപോലെ ഭാര്യയുടെ വീടുള്ളത് ഭാര്യയുടെ പേരിലാണ്. പക്ഷേ അവർ താമസിക്കുന്ന മധൂറിലാണ്. അവർക്ക് വോട്ടുള്ളത് വന്നിട്ടായിട്ട് മുനിസിപ്പാലിറ്റിയിലാണ്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലാണ്. ഉഷ എസും പിന്നെ അതേപോലെ അർജുൻ തയങ്കടി മല്ലികാർജുനും പിന്നെ അവരുടെ മക്കളായിട്ടുള്ള രാഹുൽ അർജുനുക്കും ഡബിൾ വോട്ടർ ID ഉള്ളതും അതേപോലെ വോട്ട് 2 അടുത്തുണ്ട്. മുനിസിപ്പാലിറ്റിയിലുണ്ട്, മധൂറിലുണ്ട്. ഇരട്ട വോട്ട് ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PU മല്ലികാർജുൻ 24നോട് സമ്മതിച്ചു. പട്ടികയിലെ പിശക് ശ്രദ്ധയിൽപ്പെട്ടെന്നും തിരുത്താനായില്ലെന്നുമാണ് വിശദീകരണം. അതുണ്ട്, അത് തെറ്റാണ്. ഞാൻ എഴുതി കൊടുത്തു, ക്യാൻസൽ ആക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു കൊണ്ട് ഇതാക്കി. അത് ഞാൻ എന്തറിയോ, വൈഫിന്റെ ഭാര്യക്ക് വോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തു. പക്ഷെ ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഇതെല്ലാം പ്രൂഫ് എല്ലാം തരാം. ഞാൻ ക്യാൻസൽ ആക്കാൻ വേണ്ടി കൊടുത്തു, പക്ഷെ ക്യാൻസൽ ആയില്ല. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മധൂറിലേക്ക് മാറ്റി, വൈഫിന്റെയും മോന്റെയും. അരുൺ പാറക്കൽ കാസർഗോഡും ചേരുന്നു. അരുൺ, എന്താണ് വിവരങ്ങൾ? എന്താണ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ, വിവരങ്ങൾ? സുഹേലെ, കഴിഞ്ഞ ദിവസം നമ്മൾ കോടോംബേളൂർ പഞ്ചായത്തിലെ 11, 12 വാർഡുകളിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇന്നിപ്പോൾ അതിന് പിന്നാലെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും മധൂർ പഞ്ചായത്തിലെയും വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് കോൺഗ്രസ് ജില്ലാ നേതാവിൻ്റെ ഭാര്യയ്ക്കും മകനും ഇരട്ട വോട്ടും 2 ID കാർഡും എന്നുള്ളതാണ് പുതിയതായി പുറത്തുവരുന്ന രേഖകളിലൂടെ മനസ്സിലാവുന്നത്. മല്ലികാർജുനൻ PU എന്ന കോൺഗ്രസ് ജില്ലാ നേതാവിൻ്റെ ഭാര്യയ്ക്കും മകനുമാണ് വോട്ട്. ഉഷ എസ്, രാഹുൽ അർജുൻ U എന്നിവരാണ് 2 വോട്ടും അതുപോലെ തന്നെ 2 ID കാർഡുകളുമുള്ളത്. അത് മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുമാണ് ഈ ഇരട്ട വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഈ ഒരു പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് മധൂർ പഞ്ചായത്തിൽ 8ാം വാർഡിൽ 312 എന്ന വീട്ടു നമ്പറിലാണ് ഈ 2 വോട്ടുകളും ചേർത്തിരിക്കുന്നത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 10ാം വാർഡിൽ 794 എന്ന വീട്ടു നമ്പറിലാണ് ഈ 2 വോട്ടും ചേർത്തിരിക്കുന്നത്. ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 10ാം വാർഡിൽ 794 എന്ന വീട് K കമലാക്ഷ സുവർണ എന്ന വ്യക്തിയുടേതാണെന്നും അത് ഒരു കോൺഗ്രസ് നേതാവാണെന്നുമാണ് BJP ഉയർത്തുന്ന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മല്ലികാർജുനെ ബന്ധപ്പെട്ടിരുന്നു. ആ ഘട്ടത്തിൽ മല്ലികാർജുൻ പറയുന്നത് താൻ ഇന്നലെ തന്നെ ഈ വിഷയം അറിഞ്ഞിരുന്നു. പക്ഷേ ഇതുമായി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പക്ഷേ ആ രേഖ മാറ്റാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് മല്ലികാർജുൻ്റെ വിശദീകരണം. എന്തായാലും മധൂർ പഞ്ചായത്ത്, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത്, കോടോംബേളൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടിക ക്രമക്കേടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഈ കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിലും CPMന് ആധിപത്യമുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നുണ്ട്. BJPക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ അവരും വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് CPMും ആരോപിക്കുന്നുണ്ട്. സുഹൈൽ, ശരി, വോട്ടർ ക്രമക്കേട് ആരോപണങ്ങൾ അത് കനക്കുകയാണ്. പലയിടങ്ങളിൽ പല വിധത്തിൽ ക്രമക്കേട് ഉണ്ടായെന്ന ആരോപണത്തിൽ LDFും UDFും BJPയും ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.